തണുപ്പ് പോവുള്ളൂ ഇച്ചിട്ട ഡ്രസ് ഇടുന്നത് തണുപ്പ് പോവും. ഇത് തണുക്കില്ല കേട്ടോ, തണുക്കില്ല. എന്നാ കുട്ടിക്ക് തണുക്കില്ല. അമ്മേനോടല്ലേ അച്ഛനാണോട്ടേരൻ്റെ? അച്ഛനാണോട്ടേരേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, രാവിലെ തന്നെ ഈ തിരക്ക് കൂട്ടുന്നത് വേറൊന്നുമല്ല, ഇച്ചുക്കുട്ടനെ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇച്ചുക്കുട്ടനെ റെഡിയാക്കുകയാണ് ഏട്ടൻ. ഞാൻ റെഡിയാക്കണ്ടെന്നാണ് പറയുന്നത്. അതാണ് കേട്ടോ ഞാനിവിടെ മാറി നിൽക്കുന്നത്. അങ്ങനെ അതാ രാവിലെ നേരത്തെ എണീറ്റ് തണുപ്പത്ത് കുളിച്ചതിൻ്റെ ഒരു ദേഷ്യവും വാശിയൊക്കെ ഉണ്ട് കേട്ടോ അവന്. അപ്പോൾ അവനേതാ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ താലും അരിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 അമ്പലത്തിലാണ് എഴുത്തിന് ഇരുത്തണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഞങ്ങളിത് റെഡിയായിട്ട് ഏട്ടൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ നേരെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോഴേക്കും ഏട്ടനും ചേച്ചിയൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് ഇതാ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഇച്ചുക്കുട്ടൻ്റെ അടുത്ത് വാശി പിടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അത് ആദ്യാക്ഷരം കുറിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ വേറെ അമ്പലത്തിലോട്ട് പോയി. അപ്പോൾ അവിടെ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ എഴുതാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ എഴുതിയിട്ടോ മണലിൽ. പിന്നെ അടുത്ത നമ്പൂതിരി ഇതാ ആദ്യാക്ഷരം കുറിക്കാൻ തുടങ്ങി. അവിടെ അവൻ വാശി പിടിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആദ്യാക്ഷരം കുറിക്കലൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ചെറിയ മഴയൊക്കെ വരണ മാതിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എപ്പോൾ ചേലക്കരയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയാലും വേദമിത്രയ്ക്കാണ് കേട്ടോ പോവുക. വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കൈയൊക്കെ കഴുകിയിട്ട് ഞങ്ങളവിടെ ടേബിളിൽ പോയിരുന്നു കേട്ടോ. പിന്നെയാണ് ഏട്ടനും ഇച്ചുക്കുട്ടനും വല്യച്ഛനൊക്കെ എത്തിയത്. അങ്ങനെ ഇച്ചുക്കുട്ടൻ അവിടെ മുകളിൽ ഇരുന്നിട്ട് കളി തുടങ്ങി കേട്ടോ. അങ്ങനെ ഇതാ ഇച്ചുക്കുട്ടൻ ഫോണൊക്കെ ഓണാക്കി കണ്ടപ്പോൾ അവിടെ കാലൊക്കെ എടുത്ത് കുത്തും, പിന്നെ എന്നെ ചവിട്ടും ഇടിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ തരുന്നുണ്ട്. അവൻ്റെ സ്ഥിരം പണി ഇതാണ് കേട്ടോ. കുറേ ഇടിക്കുക കുത്തൊക്കെ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് സോറി എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. അങ്ങനെ ഞാൻ ഭൂരിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭൂരിയും മസാലയും. വല്ലപ്പോഴുമാണ് കേട്ടോ ഭൂരിയൊക്കെ പറയാറുള്ളത്. ഇല്ലെങ്കിൽ മസാല ദോശയാണ് മെയിൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നാൽ. അങ്ങനെ ഇച്ചുക്കുട്ടന് ഒരു ഊത്തപ്പവും പറഞ്ഞിട്ട് ഇത് അവിടെ തട്ട് ദോശയാണ് കേട്ടോ പറഞ്ഞിട്ട് ഇവിടെ ഫോണൊക്കെ ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുണ്ടെങ്കിൽ അവൻ കഴിക്കുള്ളൂ. അങ്ങനെ ഇതാ അവൻ്റെ ഫുഡ് ആദ്യം വന്നു. ഏട്ടന്മാരും മസാല ദോശയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ചൂടുള്ള ഭൂരിയും മസാലയും വന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായ ഭൂരി. അങ്ങനെ ഭൂരി മസാലയൊക്കെ കഴിച്ചു. പിന്നെ ഓരോ ഉഴുന്നുവടയും കൂടിയും പറഞ്ഞു കേട്ടോ. നല്ല അടിപൊളി ഉഴുന്നുവടയായിരുന്നു. നല്ല മുരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റായ ഉഴുന്നുവടയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചട്നിയൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഒരു ചൂടുള്ള ചായയും കൂടിയും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.